എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പഴന്തിയിൽ പോവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ ലേറ്റസ്റ്റ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ശ്രുതിയും 5 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവ് വാങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് വീട് കാണാൻ ചെല്ലുകയാണ്. വീട് കാണാൻ ചെല്ലുമ്പോൾ വീട്ടിൻ്റെ ഓണർ നിൽക്കുന്നത് വിശ്വനാഥനാണ്. അങ്ങനെ വിശ്വനാഥനും ഭാര്യയും അവരെ പരിചയപ്പെടുന്നുണ്ട്. ഇത് ഞങ്ങൾ 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നെങ്കിലും ഇത് 5 കോടിക്ക് വിലയുള്ളൊരു ബംഗ്ലാവാണ്. പിന്നെ ഞാനിത് വിൽക്കാൻ കാരണം ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഈ ബംഗ്ലാവ് പണിത് ഉയർത്തിയത്. അപ്പോൾ എനിക്ക് 2 കോടി രൂപ ഇത് പണിയാൻ ചിലവായുള്ളൂ. ബാക്കി 1 കോടി രൂപ എനിക്ക് എന്നാലും ലാഭം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് ഇത് വിൽക്കാൻ തയ്യാറാവുന്നത്. പിന്നെ എന്നെപ്പോലെ തന്നെ നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ കഴിവുള്ള നല്ല ചെറുപ്പക്കാർക്ക് തന്നെ ഇത് വിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വീട് നല്ലോണം നിങ്ങൾ നോക്കണം. പിന്നെ എനിക്ക് ഇവിടെ ഇപ്പം നാട്ടിൽ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ദുബായിൽ ഒരുപാട് ബിസിനസ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെ വരാനും നോക്കാനും സമയമില്ല. അങ്ങനെ ഞാൻ ബീച്ചിൽ വാക്കിങ്ങിന് പോകുന്ന സമയത്താണ് ആനന്ദിനെ കണ്ടതും നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ നല്ല ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ ശ്രുതിക്കും വലിയ സന്തോഷമാവും. അപ്പോൾ നമ്മൾ 3 കോടി രൂപയ്ക്ക് ഇത് വിൽപ്പന നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളൊരു 50 ലക്ഷം രൂപ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് ചെയ്യണമെന്ന് പറയും. അയ്യോ സാർ, 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണത്തില്ല, ഞങ്ങൾക്കിത് ലോൺ എടുക്കണം, പിന്നെ അങ്ങനെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് നാളെ തന്നെ കിട്ടണം, ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയും. അതിനെന്താ, ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ക്ഷേത്രമുണ്ട്, നാളെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. എന്ത് ചെയ്യുമ്പോഴും ഒരു സമയമൊക്കെ നമ്മൾ നോക്കണമല്ലോ. ശരി സാർ, നാളെ രാവിലെ തന്നെ ഞങ്ങൾ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഏൽപ്പിക്കാമെന്ന് വിശ്വനാഥനോടും ഭാര്യയോടും ശ്രുതിയും പറയുന്നുണ്ട്. പിന്നെ ശ്രുതിയും വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടൊക്കെ കാര്യം പറയും. ഞാൻ നാളെ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ അമ്മേ, നമുക്ക് എല്ലാവർക്കും അവിടെ പോയി 2 ദിവസം താമസിക്കാമെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് വളരെയധികം സന്തോഷമാവും. അങ്ങനെ ചന്ദ്രമതി എല്ലാവരുടെ അടുത്തും സംസാരിക്കും. അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് നേരെ ബംഗ്ലാവിലോട്ട് വരികയാണ്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുത്തോളൂ. അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി 2 പേരും കൂടി ക്ഷേത്രത്തിലോട്ട് ചെല്ലും. നമ്മുടെ രേവതിയും ലക്ഷ്മി അമ്മയും സ്ഥിരം പോകുന്ന ക്ഷേത്രത്തിലാണ് അവർ അഡ്വാൻസ് കൊടുക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ ഇവരെയും കാണുമ്പോൾ ഇവരോടത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. നല്ല കാര്യം, വീട് വാങ്ങുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ലക്ഷ്മി അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്. പക്ഷേ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ദുശഗുണങ്ങളാണ് കാണിക്കുന്നത്. ആ സമയത്ത് ലക്ഷ്മി അമ്മ പറയും, മോനെ ഇന്നത്തെ സമയം എന്തോ അത്ര നല്ലതല്ല, നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്നിത് ചെയ്യണ്ട, നാളെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് കാറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, വിളക്കൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ശ്രുതി ഇത്ര അന്ധവിശ്വാസമൊന്നും ആവരുതെന്നൊക്കെ പറഞ്ഞ് 5 ലക്ഷം രൂപ കൊടുക്കും. പക്ഷേ വിശ്വനാഥൻ പറയും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, പൈസ എന്തായാലും നമുക്ക് തരാം, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. പക്ഷേ ലക്ഷ്മി അമ്മയ്ക്കും രേവതിക്കും നല്ല ടെൻഷനുണ്ട്. കാരണം കണ്ടതെല്ലാം ദുശഗുണങ്ങളാണ്. അതിനുശേഷം എല്ലാവരും കൂടി ബംഗ്ലാവിലോട്ട് വരുന്നുണ്ട്. ബംഗ്ലാവ് വരുന്ന സമയത്ത് ബംഗ്ലാവ് കാണുന്നത് ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചന്ദ്രമതി അവിടെ എല്ലാം ഓടി നടന്ന് നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് വീട്ടിൽ വെച്ച് ബാക്കി പൈസയും കൂടി കൊടുക്കാമെന്നുള്ള കാര്യം ശ്രുതി പറയുന്നത്. ആ സമയത്ത് വിശ്വനാഥനും ഭാര്യ അങ്ങോട്ട് വരും. ഇവരുടെ കാറും വിശ്വനാഥൻ്റെ കാറുമായിട്ട് കൂട്ടിയിടിക്കുന്ന സമയത്ത് സച്ചി ഇറങ്ങി വന്ന് അയാളോട് സംസാരിക്കും. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നിട്ട് പറയും, നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇത് ആരാന്നറിയാമോ, ആരാടാ അയാൾ, അത് ഈ ബംഗ്ലാവിൻ്റെ ഓണറാണ് വിശ്വനാഥ് സാർ എന്നൊക്കെ പറയും. ഇയാളോ എന്ന് പറഞ്ഞ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിശ്വനാഥൻ പൈസയെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അയാളെന്താ ഈ ടാക്സി ഇത് അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണ്. ഞാനൊരു കാർ ഡ്രൈവറാണ്, അയാളിപ്പോൾ വന്നേക്കുന്നത് വാടക വണ്ടിക്കകത്ത്. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ, ഒരു വലിയ കാശുകാരൻ വാടക വണ്ടിക്കകത്ത് വരുമെന്ന് ചോദിക്കും. അത് നിനക്ക് തോന്നിയായിരിക്കും. അല്ല, ഇതിനകത്ത് എന്തോ ചതിയുണ്ടെന്ന് പറയും. നിനക്കത് തോന്നിയതാ, ഞാൻ ഇത്രയും വലിയ ബംഗ്ലാവാണ്, നിനക്ക് അസൂയ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി വരെ സച്ചിയായിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന് പറയും. കാരണം അയാൾ വന്നിരിക്കുന്ന വണ്ടിക്കകത്തൊരു മഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം റെൻറ്റുകാരന് മാത്രമേ അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ. സച്ചി നല്ല രീതിയിൽ ശ്രുതിയോട് പറയുന്നെങ്കിലും ശ്രുതി അതെല്ലാം ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അതിനുശേഷം ബംഗ്ലാവിനകത്ത് എല്ലാവരും 2 ദിവസം താമസമാക്കിയതിന് ശേഷം പിന്നെ കാണിക്കുന്നത് 2 ദിവസം കഴിയുന്നു. പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ വന്ന് കോളിമലടിക്കുമ്പോൾ ആ ബംഗ്ലാവിൻ്റെ ശരിക്കുള്ള മുതലാളിയാണ് കോളിമലടിക്കുന്നത്. കതക് തുറക്കുന്നത് ശ്രുതിയാണ്. ആരാന്ന് ചോദിക്കും. നിങ്ങളാരാ? ഞാനോ? ഇത് ഞങ്ങളുടെ ബംഗ്ലാവാന്ന് പറയും. നിങ്ങളുടെ വീടോ? ഇതെൻ്റെ സ്വന്തം വീടാണ്, ഇവിടെ താമസിച്ചിരുന്ന വാടകക്കാർ മാറിപ്പോയി പുതിയ ആൾക്കാർ താമസിക്കാമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയും. ഉടനെ ശ്രുതി അങ്ങോട്ട് വരും. എന്തായി പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങാനോ? ഇത് ഞങ്ങൾ 3 കോടി രൂപയ്ക്ക് വിലയ്ക്ക് മേടിച്ചേക്കുന്ന ബംഗ്ലാവാന്ന് പറയും. 3 കോടി രൂപയോ? ഇവിടെ താമസിച്ചിരുന്ന വിശ്വനാഥൻ 6 മാസം കൊണ്ട് എനിക്ക് വാടക പോലും തന്നിട്ടില്ല. അതിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ടും
ഇവിടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഞാൻ പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കും. ഉടനെ സച്ചിയൊക്കെ വന്നിട്ട് പറയും, പോലീസിനെയോ? സാറേ ഇത് ഞങ്ങൾ ഇവരെ വിലയ്ക്ക് മേടിച്ച ബംഗ്ലാവാന്ന് പറയും. എടോ തന്നെ കണ്ട നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ, എന്നിട്ട് തനിക്കറിയത്തില്ലയോ ഇത് ഇങ്ങനെയുള്ള പ്രമാണത്തിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ആധാർ ഓഫീസിൽ വെച്ചാൽ, ഇങ്ങനെ വീടുകളിൽ വെച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അത് സാറേ എന്നെ അവരിൽ പ്രമാണം ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കാണിച്ചാൽ, എടോ അതൊക്കെ വ്യാജം. ഇന്നത്തെ കാലത്ത് ആർക്കാ വ്യാജമായിട്ട് എന്തും ചെയ്യാൻ പറ്റാത്തത്? താൻ നല്ല രീതിയിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയും. സാറേ പ്ലീസ് ഞാൻ അദ്ദേഹത്തിന് വിളിക്കട്ടെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ വിശ്വനാഥിൻ്റെ ഫോൺ നമ്പറിലോട്ട് ശ്രുതി വിളിക്കുകയാണ്. ശ്രുതി വിളിക്കുന്ന സമയത്ത് അയാൾ ഫോൺ എടുക്കത്തില്ല. സാറേ അയാൾ ഫോൺ എടുക്കുന്നില്ല. അതിന് ഞാനെന്ത് ചെയ്യും? നിങ്ങൾ ഈ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി തന്നേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്ന ശ്രുതി അങ്ങ് തലകറങ്ങി വീഴുകയാണ്. സച്ചിയുടെയും ശ്രുതിയുടെയും അങ്ങ് ബോധം പോകും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി കിടന്നങ്ങ് നില വിളിക്കും, അയ്യോ എൻ്റെ മക്കളുടെ 50 ലക്ഷം രൂപ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കും. അങ്ങനെ അയാൾ ബലകാര്യമായിട്ട് എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ സച്ചി പറയും, സാറേ വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. പക്ഷേ ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ വേണം ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ വഞ്ചിക്കപ്പെടുക ചെയ്തത് നിങ്ങൾക്കറിയത്തില്ലയോ? ഒരു വീട്ടിൻ്റെ വിൽപ്പന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യുമോ? അത് വ്യാജമാണോ ഒറിജിനലാണോ എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥിരീകരിച്ചുകൂടായോ? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലയോ? ഇതിലിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളെ വാടക പോലും തരാതെ ഇവിടുന്ന് പോയി. പിന്നെ പുതിയ ആൾക്കാർ വന്ന് താമസിച്ചു, അവരുടെ വീടാന്ന് പറയുന്നു. ഞാനെന്ത് ചെയ്യും? അതുകൊണ്ടൊന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി തരണമെന്ന് തന്നെ ശക്തമായിട്ട് തന്നെ അയാൾ പറയും. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ശ്രുതിയും നല്ല ശക്തമായ രീതിയിൽ തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ 50 ലക്ഷം രൂപയും പോയി. അവർ നല്ല രീതിയിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.